ഹായ് ഫ്രണ്ട്സ്, ഷാലൂസ് ടേസ്റ്റ് കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയായ ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കിയാലോ ഫ്രണ്ട്സ്. അതിനാവശ്യം നമ്മൾ 1/2 ലിറ്റർ പാൽ ഇവിടെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ അതിലെടുക്കുന്നത് വാനിലയുടെ കസ്റ്റർഡ് പൗഡറാണ് എടുക്കുന്നത്. അത് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പാലിൽ ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ കലക്കി വെച്ചിട്ടുണ്ട്. വാനിലയുടെ ഫ്ലേവറാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വാനില ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് വേറെ ഫ്ലേവർ വേണമെങ്കിൽ എടുക്കാവേ. പക്ഷേ നമ്മൾ വാനില ഫ്ലേവറിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ നമ്മളൊരു ഐസ്ക്രീം കുടിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റാണ്. നമ്മുടെ പാൽ അങ്ങനെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചില്ലേ കസ്റ്റാർഡ് പൗഡർ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ഉടനെ തന്നെ നമ്മൾ സ്പൂൺ വെച്ച് പെട്ടെന്ന് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ കസ്റ്റാർഡ് പൗഡർ അടിയിൽ പോയി നന്നായിട്ട് കട്ടിയായിട്ട് പിടിക്കുവേ. കട്ട പിടിക്കാതെ വേണം നമുക്കിത് നന്നായിട്ട് കുറുക്കിയെടുക്കേണ്ടത്. കസ്റ്റാർഡ് പൗഡർ ചേർത്താൽ നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. നന്നായിട്ട് തന്നെ കുറുകി വരണം. നമുക്ക് ചെറു തീയിൽ വെച്ച് തന്നെ ഇളക്കി കൊടുക്കാവേ, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കുവേ. ഇത് ഏകദേശം കുറുകി തുടങ്ങിയിട്ടുണ്ട്. ലൈറ്റ് തിക്കായിട്ട് തന്നെ കിട്ടണം. ഒത്തിരി ലൂസായി പോയാലും നമ്മൾ ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞിടുമ്പോൾ അത് ഒത്തിരി ലൂസായി പോവേ. അതുകൊണ്ട് നമ്മൾ നല്ല തിക്കായിട്ട് തന്നെ നമ്മൾ കുറുക്കിയെടുക്കണം. ഒത്തിരി തിക്കും ആവരുതേ. ഇനി ഇതേ സമയം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരത്തിന് എന്തൊരാവശ്യമാണോ അതനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാവേ. ഞാനൊരു 8 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നമുക്ക് അതിനേക്കാളും കുറച്ചുകൂടി മധുരം ആവശ്യമുള്ളവരാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ചേർക്കാം. ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തത്. അത് ഞാൻ സ്പൂൺ വെച്ച് ഇങ്ങനെ അളവനുസരിച്ച് ഇടുക. അപ്പോൾ എനിക്ക് 8 സ്പൂൺ പഞ്ചസാര ആവശ്യം വന്നായിരുന്നേ മധുരത്തിന്. ഇനി നമുക്ക് നന്നായിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി തിക്കായിട്ട് തന്നെ നമുക്കിത് കുറുകി വന്നിട്ടുണ്ട്. കുറച്ച് നേരം കൂടി നമുക്കിതുപോലെ തിളപ്പിച്ചെടുക്കാം കുറുക്കി. അങ്ങനെ നമുക്കായിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫാക്കി വയ്ക്കാം. ഞാൻ അതിനാവശ്യമായ 1 ആപ്പിളും 2 ഞാനിപ്പൂവിൻ്റെ പഴം, 1 ഏത്തയ്ക്ക, കുറച്ച് മുന്തിരി, 1 മാതളം നാരങ്ങ ഇതാണ് എടുത്തിരിക്കുന്നത് കണ്ടോ. നമ്മളിത് കുറച്ച് നേരം മാറ്റി നല്ല തണുത്തതിന് ശേഷം വേണം നമ്മളിതിൽ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാൻ. ഇതാണ് നമ്മുടെ കസ്റ്റാർഡ് പൗഡർ മിക്സില്ല, അതിൻ്റെ തിക്ക് ഇത്രയും തിക്കായിട്ടിരിക്കണേ. അപ്പോഴേ നമ്മൾ ഫ്രൂട്ട്സ് ചേർത്ത് കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള തിക്കായിട്ട് നമുക്ക് കിട്ടും. ഒത്തിരി ലൂസായിട്ട് നമ്മൾ ഫ്രൂട്ട്സ് ചേർത്ത് കഴിയുമ്പോൾ അത് വെള്ളം പോലെ ആവേ. ഞാൻ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ച് ഞാനിപ്പൂവിൻ്റെ 2 പഴം അതും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർക്കാം. ഞാൻ ആപ്പിൾ ഒരെണ്ണം അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും ചേർത്ത്. 1 ഏത്തയ്ക്ക എടുത്താൽ അത് ഞാൻ ചെറുതായിട്ട് തന്നെ മുറുക്കിയെടുത്തിട്ടുണ്ട്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിത് പിന്നെ മുന്തിരി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ 2ആയിട്ട് അരിഞ്ഞതാണ്. പുളിയില്ലാത്ത മുന്തിരി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കുരുവില്ലാത്ത മുന്തിരിയാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് മാതളം നാരങ്ങയുടെ വിത്തുകൾ ഇട്ട് കൊടുക്കാം. ഇനി എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഫ്രൂട്ട്സിലെല്ലാം കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സെല്ലാം നന്നായിട്ട് മിക്സായി വരണേ. നമ്മളിതിൽ പൈനാപ്പിൾ ചേർക്കുകയാണെങ്കിൽ നല്ല പഴുത്ത പൈനാപ്പിൾ എടുക്കുകയും ചെയ്യണം. നമ്മളത് പഞ്ചസാര സിറപ്പിൽ നന്നായിട്ട് തിളപ്പിച്ച് ആ വെള്ളമൊക്കെ വറ്റിച്ചതിന് ശേഷം നമ്മളിതിൽ ചേർക്കാൻ, അല്ലെങ്കിൽ ചെറിയ കയ്പ്പ് വരുവേ നമ്മളിതിൽ പൈനാപ്പിൾ ചേർക്കുമ്പോൾ. ഈ പുളിയില്ലാത്ത ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് ചേർക്കാവേ. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർക്കാം. അങ്ങനെ നമ്മുടെ കസ്റ്റാർഡ് പൗഡറെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക്. ഉണ്ടോ, അങ്ങനെ നമ്മുടെ ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മാതളം നാരങ്ങയുടെ ചേർത്ത് കൊടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് മേളിൽ 1-2-3 നമുക്കിങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ചിട്ട് നമുക്ക് കഴിക്കാവേ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുമേ. നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിക്കത്തില്ല, അതുപോലെ തന്നെ നമുക്കിരിക്കും. ഞാൻ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കപ്പിലേക്ക് സർവ് ചെയ്യാം. നമ്മൾ ഫ്രൂട്ട് സലാഡൊക്കെ സർവ് ചെയ്യത്തില്ല, ആ കപ്പിൽ നമുക്ക് കുറച്ച് കോരിയെടുക്കാം. നല്ല ടേസ്റ്റാണ് ഫ്രണ്ട്സ്. ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കണേ. ഈ വെയിലത്ത് നല്ല തണുപ്പായിട്ട് നമുക്ക് ഇതുപോലെ ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കി കുടിക്കാം. ഇനി നമുക്കിതിലേക്ക് തന്നെ കുറച്ച് മാതളം നാരങ്ങയുടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാവരും ഫ്രണ്ട്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ.